വളരെ പണ്ട് നടന്നൊരു സംഭവമാണിത്. ഒരു ഗ്രാമത്തിൽ ഗോപാൽ എന്നൊരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾ തന്റെ ഭാര്യ ജമുനയുടെയും മകൻ അമറിന്റെയും കൂടെ ജീവിച്ചു. അമറിന് ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടന്നു. അവന് 18 വയസ്സായപ്പോൾ അവന്റെ ഭാര്യ സുനന്ദയെ അവളുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവളെ കൊണ്ടുവന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അമറിനെ ഒരു പാമ്പ് കടിച്ചു. അവൻ മരിച്ചുപോയി. ആ മരണം അവളെ ശോകത്തിലാഴ്ത്തി. സുനന്ദയുടെ ലോകം ശൂന്യമായി. അവളുടെ മാതാപിതാക്കളെത്തി. മോളെ, നടന്നതെല്ലാം മറന്നേക്ക്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഭർത്താവ് മരിച്ച ശേഷം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല മോളെ. പക്ഷെ അവൾ അമ്മയുടെ കൂടെ പോകാൻ തയ്യാറായില്ല. ഇല്ലമ്മേ, എന്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും തനിച്ചാ. ഞാൻ അവരെ വിട്ടിട്ട് വരില്ല. അമറിന്റെ മരണശേഷം ഇവരെ നോക്കേണ്ടത് എന്റെ കടമയാണ്. കുറച്ചു ദിവസത്തേക്കെല്ലാം നന്നായി നടന്നു. അതിനുശേഷം സുനന്ദയുടെ അമ്മായിയമ്മ അവളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. എല്ലാം കണ്ടിട്ടും ഗോപാലിനൊന്നും ചെയ്യാനായില്ല. മരുമകളെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ ജമുന അതിന് ഒരിക്കലും സമ്മതിച്ചില്ല. ഒരു ദിവസം സുനന്ദ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനായി പോയി. അപ്പോൾ കാല് തെറ്റി അവൾ താഴെ വീണു. അവളുടെ തലയ്ക്ക് പരിക്ക് പറ്റി. വെള്ളം നിറച്ച കുടവും ഉടഞ്ഞുപോയി. അവൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞു. അപ്പോൾ ആ മരത്തിന്റെ കൊമ്പിൽ നിന്ന് ഒരു അണ്ണാൻ ചിലച്ചുകൊണ്ട് താഴേക്ക് വന്ന് അവളുടെ തോളിൽ വന്നിരുന്നു. അവൾ ആ അണ്ണാനെ കയ്യിലെടുത്തു. അപ്പോൾ അണ്ണൻ സംസാരിച്ചു. നീ എന്തിനാ കരയുന്നത്? നിനക്ക് സംസാരിക്കാനാവുമോ? ഞാനൊരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ നീ എന്തിനാണ് കരയുന്നത്? ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് പോവാ? വീട്ടിലെത്തിയാൽ അമ്മായി അമ്മ എന്നെ വല്ലാതെ ഉപദ്രവിക്കും. കുടവും മുടഞ്ഞുപോയി. നീ വിഷമിക്കരുത്. നീ വീട്ടിലേക്ക് പോയി വിശ്രമിക്കാൻ നോക്ക്. വെള്ളം നിറയ്ക്കുന്ന കുടത്തിന് ഒന്നും സംഭവിക്കില്ല. സുനന്ദ എഴുന്നേറ്റപ്പോൾ അണ്ണാൻ അവളുടെ ചുറ്റും ഓടിക്കൊണ്ടേയിരുന്നു. അവളുടെ മുറിവ് അണ്ണാന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഉണങ്ങി. കൊള്ളാം, നിനക്ക് ശരിക്കും മാന്ത്രിക ശക്തി ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല. നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ തുറന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് 3 പ്രാവശ്യം കൈ തട്ടണം. ഞാൻ ഉടനെ എത്തും. സുനന്ദ സന്തോഷത്തോടെ വീട്ടിലെത്തി. അവൾ വീട്ടിലെത്തുന്നതിന് മുൻപ് കുടം അവളുടെ വാതിൽക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ കുടവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നു. ആ സമയത്ത്, നീ എന്താ ഇത്രയും നേരം താമസിച്ചത്? വീട്ടിലൊരു ജോലിയും ചെയ്തിട്ടില്ല. വേഗം ആവട്ടെ, പോയി ഭക്ഷണം ഉണ്ടാക്ക്. എനിക്ക് വിശന്നിട്ട് വയ്യ. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പാത്രങ്ങൾ മുഴുവൻ കഴുകാതെ വെച്ചിരുന്നു. എന്നാൽ അവളുടെ കൈ തൊട്ട മാത്രയിൽ പാത്രങ്ങളെല്ലാം വൃത്തിയായി. കൂടാതെ ഭക്ഷണവും തയ്യാറായി. ഇവിടെ നടക്കുന്നതെല്ലാം ആ മാന്ത്രിക അണ്ണാന്റെ പ്രവൃത്തിയാ. സുനന്ദ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എല്ലാം അടുക്കി വെച്ച് പുഴയിലേക്ക് പോയി. അവിടെ ചെന്ന് അവൾ 3 പ്രാവശ്യം കൈ തട്ടി വിളിച്ചു. ഉടനെ അണ്ണാൻ എത്തി. 2 പേര് കുറേ നേരം സംസാരിച്ചു. നീ എന്നെ മടിച്ചയാക്കും. എല്ലാ ജോലിയും താനും നടന്നുകൊണ്ടിരിക്കുന്നു. നിന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സമയം പോയത് ഞാൻ ഒട്ടും അറിഞ്ഞില്ല. അതുകൊണ്ട് നീ നേരത്തെ തന്നെ വരണം. എന്നിട്ട് നമുക്ക് ധാരാളം സംസാരിക്കാം. നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. ഇതൊരു നിത്യസംഭവമായി. അവൾ ദിവസവും പുഴക്കരയിലെത്തും. എന്നിട്ട് 2 പേരും അവിടെ നടന്ന പല സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കും. അവൾക്ക് ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയല്ലോ. ഒരു ദിവസം അമ്മായിയമ്മ അവൾക്ക് ധാരാളം തുണികൾ അലക്കാൻ കൊടുത്തു. വേഗം പുഴയിൽ ചെന്ന് തുണികൾ അലക്കിയിട്ട് വാ. അവിടെ തന്നെ കുത്തിയിരിക്കണ്ട. അവൾ തുണികളും കൊണ്ട് പുഴക്കരയിലേക്ക് പോയി. സുനന്ദ അണ്ണാനെ വിളിച്ചു. എന്നിട്ട് അതിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. തുണിയുടെ കെട്ട് പുഴക്കരയിൽ തന്നെ വെച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് കാർമേഘങ്ങൾ കൂടി. മിന്നലും അടിച്ചു തുടങ്ങി. വളരെ ശക്തിയായി മഴ പെയ്യാൻ ആരംഭിച്ചു. അണ്ണാൻ വല്ലാതെ നനഞ്ഞു. പെട്ടെന്ന് അത് മരത്തിൽ നിന്നും സുനന്ദയുടെ മടിയിലേക്ക് വീണു. അതിന്റെ കണ്ണുകൾ അടഞ്ഞു. സുനന്ദ വല്ലാതെ പേടിച്ചു. അവൾ അതിനെ തന്റെ മുന്താണിയിൽ എടുത്തു. എന്നിട്ട് മഴയിൽ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അയ്യോ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? തുണിക്കെട്ട് ഞാൻ പുഴക്കരയിൽ വെച്ചിട്ടാണല്ലോ വന്നത്. വീട്ടിൽ കയറിയ ഉടനെ അമ്മായിയമ്മ ചോദിച്ചു, തുണിക്കെട്ട് എന്താ കൊണ്ടുവരാഞ്ഞത്? അണ്ണാൻ എവിടെയാണ് വെക്കേണ്ടതെന്ന് സുനന്ദയ്ക്ക് മനസ്സിലായില്ല. അവൾ അണ്ണാനെ തന്റെ കിടക്കയിൽ കിടത്തി പുതപ്പെടുത്ത് അതിനെ പുതപ്പിച്ചു. എന്നിട്ട് പെയ്യുന്ന മഴയിൽ പുഴക്കരയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ തുണികളെല്ലാം അലക്കിയിരിക്കുന്നത് കണ്ടു. അണ്ണാൻ തന്റെ മായശക്തി കൊണ്ട് തുണികൾ അലക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തുണിയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പക്ഷേ മഴയിൽ തുണികളെല്ലാം വീണ്ടും നനഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോൾ, വേഗം ചായ ഉണ്ടാക്ക്.
അവൾ ആദ്യം തന്റെ കിടക്കയിൽ ചെന്ന് അണ്ണാനെ കയ്യിലെടുത്തു. എന്നിട്ട് ചായ ഉണ്ടാക്കാനായി ചെന്നു. അടുപ്പിൽ നിന്നുള്ള ചൂട് തട്ടിയപ്പോൾ അണ്ണാൻ തന്റെ അടഞ്ഞിരുന്ന കണ്ണുകൾ തുറന്നു. എന്നിട്ട് വാലാട്ടി. സുനന്ദ അണ്ണാൻ കണ്ണു തുറന്നത് കണ്ട്, അണ്ണൻ കുഞ്ഞേ, ഞാൻ ആകെ പേടിച്ചു പോയി. നിനക്ക് മുറിവ് പറ്റിയിട്ടുണ്ടാവുമെന്ന്. നീയില്ലെങ്കിൽ ഞാൻ വീണ്ടും തനിച്ചാവും. സുനന്ദ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. അവൾ അടുക്കളയിൽ ഒരു മൂലയിൽ ഒരു പാത്രത്തിൽ പാലൊഴിച്ചു. അണ്ണാൻ പാത്രത്തിലെ പാലിൽ വായ വെച്ച് എത്രയും പെട്ടെന്ന് പാല് മുഴുവനും കുടിച്ചു. ഈ പാലിന് എന്തൊരു രുചിയാണ്! ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നു. എനിക്കെല്ലാം സുഖമായി. അണ്ണാൻ ഉഷാറായി ജനാലയിൽ പോയി കിടന്നു. അപ്പോൾ, ഏയ്, നീ എവിടെ പോയി തൊലഞ്ഞു? വേഗം ചായ ഉണ്ടാക്കി കൊണ്ടുവാ. ജമുനയുടെ ശബ്ദം കേട്ടപ്പോൾ സുനന്ദ വേഗം ചായയും കൊണ്ട് പോയി. അവളുടെ അമ്മ ചൂടുള്ള ചായ അവളുടെ മേൽ ഒഴിച്ചു. സുനന്ദ വേദന കൊണ്ട് കരഞ്ഞു. അപ്പോൾ അണ്ണൻ ഓടി സുനന്ദയുടെ അടുത്തെത്തി. ഈ സ്ത്രീ എന്തൊരു ദുഷ്ടയാണ്! സുനന്ദേ, വാ, ഇനി നീ ഇവിടെ താമസിക്കണ്ട. ഞാനും ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുനന്ദ വീടിന്റെ പുറത്തേക്ക് അണ്ണാന്റെ കൂടെ പോയി. അണ്ണാനും അവളുടെ പുറകെ ഓടി ഓടി ചെന്നു. നിന്റെ അമ്മ നിന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അണ്ണാൻ അവളെ പുഴക്കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മരത്തിന്റെ പൊത്തിൽ നിന്ന് ഒരു കൊമ്പെടുത്തുകൊണ്ട് വന്നു. അത് 3 പ്രാവശ്യം നിലത്ത് വട്ടം ചുറ്റി. എന്നിട്ട് സുന്ദരനായ ഒരു രാജകുമാരനായി മാറി. ഞാൻ നിന്നെ എവിടെയും പോവാൻ സമ്മതിക്കില്ല. അവൻ പെട്ടെന്ന് സുനന്ദയെ തൊട്ടു. അവൾ അതിസുന്ദരിയായ ഒരു രാജകുമാരിയായി. തന്റെ പുതിയ രൂപം കണ്ട് അവൾ സ്വയം അത്ഭുതപ്പെട്ടു. ജമുന വൈകുന്നേരം സുനന്ദയെ കാത്തിരുന്ന് തളർന്നുപോയി. അന്ന് വീട്ടുജോലികളെല്ലാം അവർക്ക് സ്വയം ചെയ്യേണ്ടി വന്നു. വൈകുന്നേരം ഗോപാൽ വീട്ടിലെത്തിയപ്പോൾ, അതെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മരുമകളെ വൈകുന്നേരം മുതൽ കാണാനില്ല. ഗോപാൽ അവളെ അന്വേഷിച്ചുകൊണ്ട് പുഴക്കരയിലെത്തി. അപ്പോൾ അവിടെ മനോഹരമായ ഒരു മാളിക കണ്ടു. അതിന്റെ ജനാലയ്ക്കരികിൽ തന്റെ മരുമകൾ രാജകുമാരിയുടെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു. അയാൾ മാളികയുടെ മുറ്റത്തെത്തി. സുനന്ദയും രാജകുമാരനും അയാളെ സ്വാഗതം ചെയ്തു. ഞാൻ നിങ്ങളുടെ മരുമകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവളുടെ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. എനിക്കിവളെക്കുറിച്ച് എല്ലാം തന്നെ അറിയാം. ഇവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഭാര്യ ഒരു കാര്യം ശരിക്കും മറന്നുപോയി. ഇവള് സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഇവളുടെ അമ്മയും അച്ഛനും വന്ന് വിളിച്ചപ്പോൾ പോലും നിങ്ങളെ രണ്ടുപേരെയും നോക്കാൻ വേണ്ടി ഇവള് പോയില്ല. ഗോപാലിന് തന്റെ സന്തോഷം അടക്കാൻ സാധിച്ചില്ല. മോനെ, ഇതെന്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുക. നിന്നെപ്പോലെ ഒരു രാജകുമാരൻ എന്റെ മരുമകളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് സന്തോഷമാ. അടുത്ത ദിവസം ഗ്രാമത്തിലെ എല്ലാവരെയും അവർ ക്ഷണിച്ചു. സുനന്ദ രാജകുമാരനെ വിവാഹം കഴിച്ചു. ഗ്രാമത്തിലുള്ള പലരും വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ചിലർ അവിടെ കുശുകുശുക്കാനും ആരംഭിച്ചു. ജമുന സുനന്ദയുടെ രാജകീയ ആഡംബരങ്ങൾ കണ്ട് അസൂയപ്പെട്ടു. പക്ഷേ രാജകുമാരൻ സുനന്ദയെ സ്വന്തമാക്കിയ ശേഷം അവളുടെ അടുത്തു നിന്നും മാറി നിന്നു. രാജകുമാരനെ വിളിക്കാൻ സുനന്ദ 3 പ്രാവശ്യം കൈത്തട്ടി. അപ്പോൾ രാജകുമാരൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തെത്തും. ഇങ്ങനെ അവർ രണ്ടുപേരും വളരെ കാലം. ഉദാൻപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ബബൻ ടീ സ്റ്റാളും ഉണ്ടായിരുന്നു. ബബൻ എന്ന പേരുള്ള ഒരാൾ ടീ സ്റ്റാൾ നടത്തി ഉപജീവനം ചെയ്തുകൊണ്ടിരുന്നു. ഗ്രാമത്തിലുള്ള ധാരാളം ജനങ്ങൾ രാവിലെയും വൈകുന്നേരവും ബബ്ബന്റെ ടീ സ്റ്റാളിൽ ചായ കുടിക്കാൻ വരും. എന്നിട്ട് കുറെ നേരം സംസാരിക്കും. അവനല്ലേ നമ്മുടെ ബീക്കു? അതെ ബീക്കു, അവൻ എന്തു പറ്റി? പന്തയം വെക്കാൻ വേണ്ടി എന്നോട് 8 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു 8 രൂപയ്ക്ക് പകരം 10 രൂപ വാങ്ങിച്ചോളാൻ. അപ്പോൾ ബബൻ കണക്ക് പുസ്തകത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ശിവൻ ചേട്ടാ, നിങ്ങളുടെ കണക്കിലിപ്പോ 1000 രൂപ ആയിട്ടുണ്ട്. ഇതൊക്കെ എപ്പ തരും? എല്ലാം കൂടി ഒരുമിച്ച് തരാന്നേ. ഇന്നത്തെ കണക്കും അതിന്റെ കൂടെ വെച്ചോ. ഞാൻ നിങ്ങളെ പറ്റിച്ച് എങ്ങോട്ട് പോവാനാ? അങ്ങനെ പറഞ്ഞ് ശിവ കരീം ഒഴിഞ്ഞ ചായക്കപ്പ് ബബ്ബന്റെ മുന്നിൽ വെച്ച് അവിടെ നിന്നും പോയി. ബബ്ബൻ ഒഴിഞ്ഞ ചായക്കപ്പും നോക്കിക്കൊണ്ടു നിന്നു. ചായ കുടിച്ചവരാരും അവന് പണം കൊടുത്തില്ല. എല്ലാവരുടെയും കണക്ക് പുസ്തകത്തിൽ എഴുതും. ബബ്ബന്റെ പണപ്പെട്ടി ഒഴിഞ്ഞു കിടന്നു. ഇങ്ങനെ ഓരോരുത്തരും പണം കൊടുക്കാതെ ആയപ്പോൾ ബബ്ബൻ പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ചിറ്റപ്പ, ജോലിയൊന്നും കിട്ടാത്ത കൊണ്ടാണ് ഒരു ചായക്കട തുടങ്ങിയത്. ചായക്കട കണ്ട് എനിക്ക് പെണ്ണ് തരാമെന്ന് സമ്മതിച്ചതാണ്.
പക്ഷെ പെണ്ണിന്റെ ചേട്ടനുണ്ടല്ലോ, കണക്ക് പുസ്തകം കണ്ടിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ആരും എനിക്ക് കാശ് തരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ ചിറ്റപ്പാ? കണക്ക് പുസ്തകം നോക്കിയ ശേഷം പ്രസിഡന്റ് ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അവരിൽ പലരും ബബ്ബന് പണം കൊടുക്കാനുള്ളവരായിരുന്നു. മൂർത്തി, നീ 2000 രൂപ തരണം. കിഷൻ, നീ 1600. മൽഹാരി, പിന്നെ ശിവ, നിങ്ങൾ 1900. നിങ്ങൾ തരാനുള്ള പണം ഇതാ, ഈ കണക്കനുസരിച്ച് ഇത്രയുമാണ്. എപ്പോ തരുമെന്ന് പറ. പ്രസിഡന്റ് പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന നാരായണൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടന് നന്നായി അറിയാലോ, മഴ താമസിച്ചതുകൊണ്ട് വിളവും കുറവായിരുന്നു. വിളവ് കുറവായതുകൊണ്ട് പിന്നെ എങ്ങനെയാ കാശ് കിട്ടുക? കാശ് കിട്ടിയാൽ ഉടൻ എല്ലാ കണക്കും തീർത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? അത് കേട്ടപ്പോൾ ബബ്ബൻ ദേഷ്യത്തോടെ പറഞ്ഞു, ദീപാവലിക്ക് ബൈക്ക് വാങ്ങാനും പന്തയത്തിന് കാശ് കൊടുക്കാനും ഉണ്ട്, പക്ഷേ ചായക്ക് കാശ് കൊടുക്കാനില്ല. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞുവല്ലോ. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബബ്ബൻ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമ്മുടെ ഗ്രാമത്തിലുള്ള ജനങ്ങളല്ലേ, അവരെന്തായാലും തരും. അസ്വസ്ഥനായ ബബ്ബൻ വീട്ടിലേക്ക് വന്ന ശേഷം ചിന്തിച്ചു. ഗ്രാമത്തലവൻ മൂലം ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഗ്രാമത്തലവനും കടം വാങ്ങിയവർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അപ്പോൾ ബബ്ബന് തന്റെ ബാല്യകാല സുഹൃത്ത് ഗോട്ടിയ ഫോൺ ചെയ്തു. ഗോട്ടിയ പട്ടണത്തിൽ ഒരു ഗ്ലാസ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആ ഗോട്ടിയ, പറയേ. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. നിനക്ക് ഞാൻ എന്താ വാങ്ങിയിട്ട് വരേണ്ടത്? ചായക്കപ്പ് വാങ്ങിച്ചോണ്ട് വരട്ടെ? ചായക്കപ്പ് വാങ്ങിയിട്ട് വരുമ്പോ വലുത് വാങ്ങിച്ചോണ്ട് വരണേ. അതിൽ ചായ ഒഴിച്ചിട്ട് എനിക്ക് അതിനകത്ത് മുങ്ങാനാ. എന്തുപറ്റി? എന്താ നിന്റെ ശരിക്കുമുള്ള പ്രശ്നം? ബബ്ബൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഗോട്ടിയയോട് പറഞ്ഞു. ഗോട്ടിയ പറഞ്ഞു, നീ വിഷമിക്കല്ലേ, ഞാൻ അവിടെ വന്ന് എല്ലാം ശരിയാക്കി തരാം. അടുത്ത ദിവസം തന്നെ ഗോട്ടിയ ബബ്ബനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് ചെന്നു. ബബ്ബനെ നോക്കിക്കൊണ്ട് ഗോട്ടിയ പറഞ്ഞു, നോക്ക്, നിനക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും വീടിന്റെ പുറകുവശത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ചായ കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തായി കൊണ്ടുവന്നിരിക്കുന്നേ? പറഞ്ഞ പോലെ തന്നെ നീ വലിയ കപ്പ് തന്നെ വാങ്ങിച്ചല്ലോ. അപ്പൊ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? നീ ഒന്ന് ക്ഷമിക്ക്. നിന്റെ കാശ് തിരിച്ചു പിടിക്കുവാൻ എന്റെ കയ്യില് ഒരു സൂപ്പറായ ഐഡിയയുണ്ട്. പിന്നീട് ഗോട്ടിയ ഐഡിയ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ബബ്ബൻ സന്തോഷം കൊണ്ട് ഉറക്കെ പറഞ്ഞു, കൊള്ളാം ഗോട്ടിയ, ഈ ഐഡിയ വലിക്കുകയാണെങ്കില്. ഓസിയിൽ ചായ കുടിക്കാനായി വന്ന നാട്ടുകാരെല്ലാം ബബ്ബന്റെ ചായക്കടയ്ക്ക് മുൻപിൽ ഒത്തുകൂടിയപ്പോൾ ടീ സ്റ്റാളിന്റെ മുന്നിലായി ഒരു വലിയ ചായക്കപ്പും അതിൽ നിറച്ച് ചായയും വെച്ചിരിക്കുന്നത് കണ്ടു. കപ്പിൽ ഒരു വലിയ ഏണി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ബബ്ബൻ ഗോട്ടിയയുടെ കൂടെ ജനത്തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഓസിന് ചായ കുടിക്കാൻ വന്നവരെ നോക്കി ഗോട്ടിയ പറഞ്ഞു, ഈ ചായ നിറച്ച വലിയ കപ്പ് ആരാണോ കുടിച്ചു തീർക്കുന്നത് അവര് തരാനുള്ള കാശ് തരണ്ട. അവന്റെ കടത്തിന്റെ കണക്ക് ഞങ്ങള് വെട്ടുന്നതാണ്. ഇത് കേട്ട് ഓസിന് ചായ കുടിക്കാൻ വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ആ കപ്പ് കുടിച്ചു തീർക്കാം. ഇല്ല, അത് ഞാൻ ചെയ്തോളാം. ഇങ്ങനെ ഓരോരുത്തരും തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോട്ടിയ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി ഇത് കുടിച്ചു തീർക്ക്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ഒരുപക്ഷെ നിങ്ങൾ ഈ കപ്പിലെ ചായ മുഴുവൻ കുടിച്ചു തീർത്തില്ലെങ്കിൽ എത്ര കടം ബാക്കിയുണ്ടോ അതിന്റെ ഡബിൾ കാശ് നിങ്ങൾ ബബ്ബന് കൊടുക്കേണ്ടി വരും. ശരി, സമ്മതിച്ചു. പിന്നീട് എന്താണ് ഉണ്ടായത്? ഓസിന് ചായ കുടിക്കാൻ വന്നവരുടെ കയ്യിൽ ഓരോ നീണ്ട സ്ട്രോ കൊടുത്തു. ഓസിന് ചായ കുടിക്കാൻ വന്നവർ ഓരോരുത്തരായി ഏണിയിൽ കയറി ചൂടുള്ള ചായയിൽ സ്ട്രോ വെച്ച് വലിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ അവർക്കത് തമാശയായിരുന്നു. പിന്നീട് എല്ലാവരും വിഷമിക്കാൻ ആരംഭിച്ചു. കപ്പിലുണ്ടായിരുന്ന ചായ കുറയുന്നേയില്ല. ചായ കുടിക്കാനുള്ള അവരുടെ ലിമിറ്റും കുറഞ്ഞുകൊണ്ടേയിരുന്നു. വയറ് നിറച്ചും ചായ കുടിച്ചതുകൊണ്ട് വയറ്റിൽ അസിഡിറ്റി ഉണ്ടായി. ഓസിന് വന്ന ഒരാൾ ഛർദിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് തലയും കുനിച്ച് അവരുടെ മുന്നിൽ നിന്നു. കപ്പിലെ ചായ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു.
കണ്ടില്ലേ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടും ഈ കപ്പിലെ ചായ നിങ്ങൾക്ക് കുടിച്ചു തീർക്കുവാൻ സാധിച്ചില്ല. നിങ്ങളാണെങ്കിൽ എല്ലാ കടവും ഒരുമിച്ച് തരാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കപ്പ് പോലെ തന്നെ നിങ്ങളുടെ കടം മുഴുവനും സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്കൊന്നും സാധിക്കില്ല. നിങ്ങളെല്ലാവരും കുറച്ച് ചായ കുടിക്കുന്ന പോലെ തന്നെയാണ്. എനിക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും കാശ് അത്യാവശ്യമല്ലേ? നിങ്ങളുടെ അടുത്ത് നിന്ന് കാശ് കൂടുതൽ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എനിക്ക് ഡബിൾ കാശൊന്നും തരണ്ട. നിങ്ങൾ എനിക്ക് എത്ര രൂപയാണ് തരാനുള്ളത് ദയവ് ചെയ്ത് അത് മാത്രം തന്നാൽ മതി. ഇത് കേട്ടപ്പോൾ ഓസിന് ചായ കുടിക്കാൻ വന്നവരെല്ലാം പണം എടുത്ത് ബബ്ബന്റെ കയ്യിൽ കൊടുക്കാൻ ആരംഭിച്ചു. എന്നിട്ട് അവിടെ നിന്നും ലജ്ജ കൊണ്ട് തലകുനിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഗോട്ടിയയുടെ പ്ലാൻ പ്രകാരം വെച്ചിരുന്ന വലിയ ചായക്കപ്പ് കൊണ്ട് ബബ്ബന് കിട്ടാനുണ്ടായിരുന്ന പണം മുഴുവനും വസൂലായി.